ഹലോ ഡിയേഴ്സ്, ഇത് നമ്മളുടെ വീട്ടിലുള്ള ലക്കിക്കുട്ടിയാണേ. ഞങ്ങളുടെ വീട്ടിലെ പെറ്റാണ്. നമ്മളുടെ മാധവൻ തന്നെ ലക്കീൻ്റെ അടുത്ത് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുന്ന ലക്കി നിൻ്റെ അമ്മ വരുന്നു, ലക്കി നിൻ്റെ അച്ഛൻ, ലക്കി നിൻ്റെ അച്ഛാമ്മ, ലക്കി നിൻ്റെ അച്ചാച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നമ്മുടെ വീടുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളുടെ കയ്യിൽ ഒരു ചെറിയ തെറ്റ് കാരണം അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി കേട്ടോ. അവളൊന്നും മറിഞ്ഞ് വീഴുകയുണ്ടായിരുന്നു, ഇച്ചിരി ഉയരത്തുനിന്ന് കേട്ടോ. വീഴുന്ന സമയത്ത് അവളുടെ കൈയുടെ ഷോൾഡറില്ലേ, അവിടുത്തെ എല്ല് പൊട്ടി വെളി വരികയൊക്കെ ഉണ്ടായി. അതിൽ പിന്നെ നമ്മൾ കുറേ നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് നല്ല രീതി ഒരുപാട് പേര് കണ്ടവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളെ നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല. ഞാനൊരു പെറ്റ് ലവറൊന്നുമല്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ പട്ടികളെ ഒന്നും അങ്ങനെ വളർത്താറില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴും ആദ്യം ഒരു പട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ പന്നിശല്യം കാരണമാണ് നമ്മൾ പട്ടിയെ വളർത്താൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവളെ അങ്ങനെ ആദ്യം കൊണ്ടുവന്ന് മണിയൻ അവൻ പോയി. അവനൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവനെ അങ്ങനെ പുറത്തു പോയി. പിന്നെ ഇവളെ കൊണ്ടുവന്ന കാലം തൊട്ടേ കൂടുതലും ഞങ്ങൾ ഫീഡ് ചെയ്യിക്കുകയും കൊണ്ട് കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും എനിക്കത്ര സ്നേഹമൊന്നും ഞാൻ പോകുമ്പോൾ ഫുഡ് കൊടുക്കും, അത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി. എനിക്ക് ഭയങ്കര ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്, എന്നെയും ഭയങ്കര ജീവനാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് ഞാനും ലക്കിയും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നല്ല വലിപ്പമൊക്കെ തോന്നി. കുളിക്കാൻ വെള്ളം ദേഹത്ത് വീണപ്പോൾ നോക്കി ഒരു പുലിക്കുട്ടിയുടെ ഇണക്കിരിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുക കേട്ടോ അവളപ്പോൾ നമ്മൾ വേദന വരുമ്പോൾ നമ്മൾ തടവില്ലേ, അതുപോലെ അവർക്ക് വേദന വരുമ്പോൾ അവർ നാവ് വെച്ച് നക്കിയാണ് അവനെ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ അവളുടെ ആ കാല് വയ്യാതിരിക്കുന്നതായി കാണിക്കുന്നത്. അതിനുശേഷം അവൾക്ക് ഹൈറ്റ് മാത്രമേ ഉള്ളൂ പേടി. ഇത്ര പൊക്കത്ത് ആ കല്ല് കൊണ്ടുവച്ചപ്പോൾ അവൾ ചാടിപ്പോകത്തില്ല. കൂടെ ആരും ഇല്ലാതെ അവൾ അവിടെ നിന്ന് അനങ്ങത്തുകൂടിയില്ല. മോനുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ്. 3 കാലും കൊണ്ട് ഇവിടെ വീട്ടിൽ കിടന്ന് ഓടി നടന്ന് ബഹളം വെച്ച് മോനുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. അംഗനവാടി പോകുമ്പോഴും ചെന്ന് പറയും, ലക്കി ചേട്ടൻ പോയിട്ട് വരാം, അങ്ങനെയൊക്കെ അത്ര സ്നേഹമാണ്. തിരിച്ച് വരുമ്പോഴും ചെന്ന് ചോദിക്കും, നിനക്ക് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടോ, വീട്ടിൽ നിന്ന് എല്ലാവരും ഫുഡ് തന്നോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് മാധവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ലക്കിയെക്കുറിച്ച്. എവിടെ പോയാലും എൻ്റെ കൂടെ വരും ഈ കൂട്ടുകാരി. ഇതെൻ്റെ കൂട്ടുകാരിയാണ്. അവന് വോയിസ് ഓവർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ലക്കിക്ക് ഇപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 ദിവസം അല്ലെ 3 ദിവസം നമ്മൾ വീട്ടിലില്ല, മാറി നിന്നിട്ട് തിരിച്ചു വരുവാണെങ്കിൽ പോലും അവൾക്ക് ഭയങ്കര ജീവനാണ് നമ്മളോടൊക്കെ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എടുത്തുകൊണ്ട് കേട്ടോ. എൻ്റെ നെഞ്ചത്തോട്ട് ചേർന്ന് കിടക്കുക. ഞാൻ ചിരിക്കുന്നതിന് എൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കുക. നിങ്ങൾക്കും പെറ്റുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ബൈ.